ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മരണവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇപ്പോൾ വരുന്ന വാർത്തകൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു ജോലി സമ്മർദ്ദം മൂലം ബൂത്ത് ലെവൽ ഓഫീസർ ജീവൻ ഒടുക്കി എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് വരുന്നത്. സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്നാലും ഇപ്പോൾ ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും വിശദീകരണം തേടിയിരിക്കുന്നു. ആജിൽസി കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകൊടുക്കയിൽ ഒരു BLO ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കളക്ടറോട് റിപ്പോർട്ട് തേടിയെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്ന് പോലീസ് കണ്ടെത്തട്ടെ, അത് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നത് നിലവിൽ ഉയരുന്ന ഒരു ആരോപണം മാത്രമാണ്. അത് സംബന്ധിച്ച അന്വേഷണങ്ങൾ പോലീസ് കൃത്യമായി നടത്തുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് ആത്മഹത്യക്ക് കാരണമെന്ന് കൃത്യമായി മനസ്സിലാവൂ. പക്ഷേ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് കളക്ടർ രത്തൻ കേൽക്കർ പറഞ്ഞത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഒപ്പം പോലീസ് റിപ്പോർട്ട് കൂടി ഇക്കാര്യത്തിൽ പ്രധാനമാണ്. അതുകൂടി വരട്ടെ, അതിനുശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമ നിഗമനത്തിലേക്ക് എത്താമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ കേൽക്കറോട് വിവരങ്ങൾ ആരാഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടർ റിപ്പോർട്ട് നൽകിയ ശേഷം ഒരുപക്ഷെ ഒരു പ്രതികരണം ഉണ്ടായേക്കും. വളരെ അടിയന്തരമായി തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. സലാം മുഹമ്മദിലേക്കാണ് ഒരിക്കൽ കൂടി. സലാം, വളരെ ദാരുണമായ ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നു. അതിന്റെ പ്രാഥമിക നിഗമനം വെച്ച് അദ്ദേഹത്തിന് ജോലി സമ്മർദ്ദമാണ്, അത് ഭാര്യയോടക്കം പറഞ്ഞിരുന്നു. മറ്റാളുകളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിലൊരു ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെടുക്കാനായിട്ടുണ്ടോ? നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളൂ. ഇതുവരെ ആത്മഹത്യാക്കുറിപ്പൊന്നും കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് മുമ്പിലുള്ളത് ഈ ഭാര്യയോട് ഇക്കാര്യം പങ്കുവച്ചു എന്നുള്ളൊരു വിവരം മാത്രമാണ്. അതിനടിസ്ഥാനത്തിലാണ് SIRന്റെ ജോലി ഭാരം തന്നെയാണ്, അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം തന്നെയാണ് ഈ ജീവനൊടുക്കുന്നതിലെത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലെത്തുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായ ശേഷം ഒരു സ്ഥിരീകരണത്തിലെത്താമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം തന്നെയാണ് BLO അനീസ് ജോർജ് നേരിട്ടിരുന്നത്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രക്രിയകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SIR ഒരു സമാന സമയത്ത് തന്നെ ഈ SIRുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഫോമുകൾ, എന്യൂമറേഷൻ ഫോമുകൾ ബൂത്തിലെ എല്ലാ വോട്ടർമാർക്കും നേരിട്ട് എത്തിച്ചു നൽകേണ്ടതുണ്ട്. അവരിൽ നിന്നും വിവരങ്ങൾ തേടിയ ശേഷം അത് തിരിച്ച് ഈ സമയബന്ധിതമായി മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുന്നതിൽ കാലതാമസം വന്നതിനെ തുടർന്നാണ് ഈ മേലധികാരികൾ അനീസ് ജോർജിനോട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും അതോടൊപ്പം തന്നെ ഈ അനീസ് ജോർജിനോട് കാര്യങ്ങൾ സമ്മർദ്ദത്തിലാക്കി ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കും. മേലധികാരികളിൽ നിന്നടക്കം കൃത്യസമയത്ത് എന്യൂമറേഷൻ ഫോമുകൾ അതനുസരിച്ച് മറ്റ് റിപ്പോർട്ടുകളൊക്കെ നൽകാൻ മേലധികാരികളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇദ്ദേഹം ഭാര്യയുമായി പങ്കുവച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും കൃത്യമായൊരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. സലാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ അടക്കം ഈ സമയത്ത് വിശദീകരണം തേടാൻ കഴിയുമോ എന്നുള്ള അറിയില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് SP-യോട് കലക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കലക്ടറോട് റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് കലക്ടറുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. പോലീസ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കലക്ടർ. കാരണം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഒരു വിശദാംശങ്ങൾ തേടിയപ്പോൾ SP-യോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള അന്വേഷണത്തിലേക്ക് ജില്ലാ ഭരണകൂടങ്ങൾ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജോലി സമ്മർദ്ദം മൂലം തന്നെയാണോ ആത്മഹത്യ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.